ആക്ടർ ജീവ മലയാളികൾക്ക് വളരെ പരിചിതനാണ്. 2003 നായകനായി വന്നെങ്കിലും 2006 ഇറങ്ങിയ ഡിഷൂമിലൂടെയാണ് എല്ലാവർക്കും, പ്രത്യേകിച്ചും ആക്ടർ ജീവ അറിയാവുന്നത്. ഡയലാമോ ഡയലാമോ എന്ന ആ ഒരു പാട്ടറിയാത്ത ഒരു മലയാളിയും കാണത്തില്ല. ഇന്നും അമ്പലങ്ങളിൽ, ഉത്സവങ്ങളിൽ ആ ഒരു പാട്ടില്ലാത്ത ഒരു ഉത്സവം പോലും കടന്നു പോയിട്ടുണ്ടായിരിക്കത്തില്ല. 2006 മലയാളത്തിൽ ഇറങ്ങിയ ലാലേട്ടൻ നായകനായി കീർത്തിയക്കർ എന്ന സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്ത് ജീവ ആ വർഷം തന്നെ പിന്നെയും ഒന്ന് തിളങ്ങിയായിരുന്നു. അങ്ങനെ നല്ലതുപോലെ മലയാളികൾക്ക് ശ്രദ്ധേയനായ നടനാണ് ജീവ. 2007 ചെയ്ത പടങ്ങൾ അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ലായിരുന്നു. അതിനുശേഷം 2008 ഒരു സിനിമ ചെയ്തു, അതും അത്രയ്ക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷെ 2009 ചെയ്ത ശിവമനസ്സുള്ള ശക്തി എന്ന സിനിമ പിന്നെയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ 2010 അദ്ദേഹത്തിന്റെ പിന്നെ തിരിച്ചു വന്നൊരു പീക്ക് കാലമായിരുന്നു. കച്ചേരി ആരംഭം എന്ന പടം, ആ പടത്തിലെ ആ പാട്ടുകളെല്ലാം മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ടായിരിക്കും. വാടാ വാടാ പയ്യ എന്നുള്ള ആ ഒരു പാട്ടൊക്കെ. അതിനുശേഷം 2011 കോ എന്നൊരു സിനിമ ചെയ്തു, അതും നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയായിരുന്നു. മലയാളത്തിലും തമിഴിലും നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു പടമായിരുന്നു. അതിനുശേഷം 2010 അദ്ദേഹത്തിന് നല്ല ഒരു സമയമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നൻപൻ എന്ന പടം നല്ലതുപോലെ ഓടുകയും ചെയ്തു. അതിനുശേഷം 2012 തന്നെ നീതാനെ പൊൻവസന്തം, അത് നമ്മുടെ ഗൗതം മേനോന്റെ പടമായിരുന്നു. ഗൗതം മേനോന്റെ ആ ഒരു ശ്രദ്ധിക്കപ്പെട്ട പടത്തിന് തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അതിനുശേഷം 2012 ശേഷം ജീവിക്ക് ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. 2006 to 2012 ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്റ്റ് ജീവിക്ക് പിന്നെ സാധിച്ചിട്ടില്ല ഈ 2026 വരെ. എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.